നമസ്കാരം. അടുത്ത കാലത്ത് നാം ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ് 3D പ്രിൻറ്റിംഗ് എന്ന്. എന്താണ് ഈ 3D പ്രിൻറ്റിംഗ് എന്ന് പലപ്പോഴും ആർക്കും മനസ്സിലാവാറില്ല. നമുക്കിന്ന് 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. 3D പ്രിൻറ്റിംഗ് വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നന്നായി അറിയേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് 3D, എന്താണ് പ്രിൻറ്റിങ്. പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ്? നാം കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഒരു ഡേറ്റ അത് ഒരു പ്രിൻ്ററിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ, എന്നിട്ട് പ്രിൻ്റ് ഓർഡർ കൊടുക്കുമ്പോൾ ആ പേപ്പറിൽ അത് പ്രിൻ്റ് ചെയ്ത് വരും. ഇതാണ് സിമ്പിളായിട്ട് പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? നാം ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സോഴ്സ്, ഇപ്പോൾ അത് വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് കമ്പ്യൂട്ടറാണ്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണൊക്കെയാണ് അതിൻ്റെ ഡേറ്റ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഇതിനെ ഒരു പ്രിൻ്ററുമായിട്ട് കണക്റ്റ് ചെയ്യുക. അവിടെ ഒരു പ്രിൻ്റർ ആവശ്യമാണ്. അത് പ്രിൻ്റ് ചെയ്യാൻ ഒരു പ്രിൻ്റർ. ആ പ്രിൻ്ററിൽ എന്താണുള്ളത്? ഒരു പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഹെഡുണ്ട്, അത് പ്രിൻ്റ് ചെയ്യേണ്ട മഷിയുണ്ട്. ഈ ഡേറ്റ ആ പ്രിൻ്ററിലേക്ക് പോകുമ്പോൾ അതിൽ ലോഡ് ചെയ്തിരിക്കുന്ന കടലാസ് അതിൻ്റെ പ്രിൻ്റ് ഹെഡിലൂടെ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രിൻ്റ് ഹെഡ് ഈ കടലാസിലൂടെ നീങ്ങുമ്പോൾ ഈ ഡേറ്റ അതിൽ പതിയുന്നു. ഇതാണ് ഏറ്റവും ലളിതമായി പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്ന കടലാസിലാണ് അത് പ്രിൻ്റ് ചെയ്ത് വരിക. അത് എപ്പോഴും 2D ആണ്, 2 ഡയമെൻഷനാണ്. അതെന്താണെന്ന് പറയാം. നാം വസ്തുക്കളെ കാണുന്നുണ്ട്. എല്ലാ വസ്തുക്കളെയും നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിന് എന്താണുള്ളത്? ആ വസ്തുവിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? അടിസ്ഥാനപരമായ പ്രത്യേകതകൾ അതിനൊരു നീളമുണ്ട്, ഒരു വീതിയുണ്ട്, ഒരു ഘനമുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു സോളിഡായിട്ടുള്ള ഒരു വസ്തു ആകുന്നത്. ആ 3 കാര്യങ്ങൾ, അതിനെയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. 3 ഡയമെൻഷൻ അതിന് എപ്പോഴും ഉണ്ടാകും. അതാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. നാം എല്ലാ വസ്തുക്കളെയും കാണുന്നത് 3 ഡയമെൻഷനിൽ ആണ്. എന്നാൽ ഒരു കടലാസിൽ പ്രിൻ്റ് ചെയ്തു വരുന്ന മാറ്റർ, അതിന് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അതിന് ഘനം എന്നൊരു സംഭവമില്ല. അതുകൊണ്ടാണ് അതിനെ 2D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാകും 3D പ്രിൻറ്റിംഗ് എന്താണെന്നുള്ളത്. 3D പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റിന് നീളമുണ്ടാകും, വീതിയുണ്ടാകും, ഘനമുണ്ടാകും. അതാണ് 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വസ്തുവും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ, നാം ആഗ്രഹിക്കുന്ന വലിപ്പത്തിൽ 3D പ്രിൻ്റ് ചെയ്ത് ആ സാധനമായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഒരു ക്ലീനറാണ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ക്ലീനറാണ്. ഈ വസ്തുവിൻ്റെ അതിൻ്റെ നീളം, വീതി, ഘനം, പിന്നെ ഇതിൻ്റെ ഡിസൈൻ രീതികൾ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് കൊടുത്ത് ഒരു 3D പ്രിൻ്ററിലേക്ക് കണക്റ്റ് ചെയ്താൽ ഇതുണ്ടാക്കാനുള്ള മെറ്റീരിയൽ ആ പ്രിൻ്ററിൽ ഉണ്ടാകും. സാധാരണ പ്രിൻ്ററിൽ മഷി നിറയ്ക്കുന്നത് പോലെ ആ 3D പ്രിൻ്ററിൽ ഇതുണ്ടാക്കാനുള്ള മെറ്റീരിയലുകൾ ഉണ്ടാകും. എന്നിട്ട് പ്രിൻ്റ് ഓർഡർ കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു വസ്തു ഉണ്ടാക്കി നമുക്ക് ലഭിക്കും. ഇതാണ് 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മളെല്ലാം ഓരോ 3D പ്രിൻറ്റേഴ്സാണ്. മനുഷ്യൻ എന്ന് പറയുന്നത്, നാം ഒരു പേപ്പറിൽ ഒരു പടം വരച്ചാൽ, ഒരു ചിത്രം വരച്ചാൽ അത് ഒരു 2D പ്രിൻ്ററാണ്. അതൊരു 2D പ്രിൻറ്റിംഗ് ആണ്. എന്നാൽ നമ്മൾ കൈകൾ കൊണ്ട് ഒരു പ്രതിമ നിർമ്മിച്ചാൽ അത് 3D പ്രിൻറ്റിംഗ് ആണ്. ഇതാണ് ആ വ്യത്യാസം. അവിടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കകത്താണ്, നമ്മുടെ ഭാവനയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ്. പ്രിൻ്റ് ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളാണ്. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഹെഡിലേക്ക് കമാൻഡ് പോകുമ്പോൾ അതിനനുസരിച്ച് നാം ഒന്നുകിൽ വരയ്ക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും.
ഈ സങ്കല്പത്തിനെ, ഈ കൺസെപ്റ്റിനെ ശാസ്ത്രീയമായി സാങ്കേതികമായി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 2D പ്രിൻറ്റിങ്ങും 3D പ്രിൻറ്റിങ്ങും ആവുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടാകും. നാം കരുതുന്നതിനേക്കാളിലൊക്കെ വളരെ ഒരുപാട് അപ്പുറത്താണ് ഈ 3D പ്രിൻറ്റിങ്ങിൻ്റെ സാധ്യതകളുള്ളത്. ഇന്ന് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വലിയ വീടുകളുണ്ടാക്കുന്നു, കെട്ടിടങ്ങളുണ്ടാക്കുന്നു. അതുപോലെ 3D പ്രിൻ്റഡായിട്ടുള്ള സാധനങ്ങൾ ഇന്ന് സുലഭമാണ്. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറി ഓർഡർ ചെയ്താൽ 3D പ്രിൻ്റഡായിട്ടുള്ള പൂച്ചട്ടികൾ, പാവകൾ, കളിപ്പാട്ടങ്ങൾ ഒക്കെ ലഭിക്കും. 3D പ്രിൻറ്റിങ് ഇന്ന് അതുപോലെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, 2-3 ആഴ്ച മുൻപ് ഇവിടെ നിന്നുള്ള ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു ആദ്യത്തെ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. അതിലുപയോഗിച്ച എൻജിൻ 3D പ്രിൻ്റഡ് എൻജിനാണ്. ലോകത്തിലെ ആദ്യത്തെ സെമി ക്രയോജനിക് 3D പ്രിൻ്റഡ് റോക്കറ്റ് എൻജിനാണത്. ആലോചിച്ച് നോക്കൂ, റോക്കറ്റ് എൻജിൻ പോലെയുള്ള അതീവ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ പോലും, സാധനങ്ങൾ പോലും ഇന്ന് 3D പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമായിരിക്കില്ല. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു വീട് പണിയണമെങ്കിൽ എത്ര സമയം, എത്ര പണം, എത്രമാത്രം അധ്വാനം, എന്തോ ഒരു ടെൻഷൻ, ഇതെല്ലാം വേണം. പണിക്കാരെ കിട്ടണം, സാധനങ്ങൾ എടുപ്പിക്കണം, സിമൻറ്റ് വാങ്ങണം, കമ്പി വാങ്ങണം. ഇങ്ങനെ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നൊരു സമയമാണ് വീട് പണി എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഒരു 3D പ്രിൻ്റഡ് വീട് അതെങ്ങനെ വേണം എന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിദഗ്ധനുമായിട്ട് ഒരു ആർക്കിടെക്റ്റുമായിരുന്നു കഴിഞ്ഞാൽ ഇത്ര മുറി, എത്ര വാതിലുകൾ, എത്ര ബാത്റൂം, അടുക്കള ഇന്നടത്ത്, അങ്ങനെ ഒരു വീടിൻ്റെ എല്ലാ പ്ലാനും അതിൻ്റെ അകത്ത് തയ്യാറാക്കി കൃത്യമായി ഒരു 3D സ്ഥലവും സെലക്ട് ചെയ്ത് ഒരു 3D പ്രിൻറ്റിങ് കമ്പനിയെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ആ സ്ഥലവും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീട് ഏറിയാൽ 1 മാസം 1.5 മാസം കൊണ്ട് മുഴുവൻ പണി തീർന്ന് അപാരമായ ഫിനിഷോടുകൂടി നമ്മുടെ കയ്യിൽ ചിലവ് കുറഞ്ഞ് കിട്ടുന്ന ആ അവസ്ഥയെപ്പറ്റി ആലോചിച്ച് നോക്കൂ. ഇതിനേക്കാൾ വലിയൊരു സാങ്കേതിക വിപ്ലവം വരാനുണ്ടോ? അങ്ങനെ നമ്മുടെ സമസ്ത മേഖലകളിലും, സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ആധിപത്യം പുലർത്താൻ പോകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉയർന്നേക്കാം, ചോദ്യങ്ങൾ ഉയർന്നേക്കാം. ഇത് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടാക്കില്ലേ? ഈ തൊഴിൽ മേഖലയിലുള്ളവരുടെ കാര്യം എന്താകും? സുഹൃത്തുക്കളെ, മനുഷ്യൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നാം മാറിയേ തീരൂ. അപ്പോൾ പുതിയ മേഖലകൾ തുറക്കുകയാണ്. ആ പുതിയ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയാണ്. അത് പഠിച്ച് അതിൻ്റെ അകത്ത് വീണ്ടും ജോലി, അങ്ങനെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാകണം. നമുക്കറിയാമല്ലോ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷം മുമ്പ് ഈ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു ടെലിഫോൺ ബൂത്തുകൾ എന്ന് പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ടെലിഫോൺ ബൂത്തുകൾ നടത്തി ജീവിച്ചു പോകുന്നത്, പ്രത്യേകിച്ച് വികലാംഗരായിട്ടുള്ളവർ. ഇന്ന് ആ ടെലിഫോൺ ബൂത്തുകൾ കാണാനേ ഇല്ല. മൊബൈൽ ഫോൺ വ്യാപകമായതോടുകൂടി ആർക്കും ടെലിഫോൺ ബൂത്തുകൾ വേണ്ടാതായി. അങ്ങനെ ആ ഇൻഡസ്ട്രി തന്നെ ഇല്ലാതായി. പുതിയ ഒരു ഇൻഡസ്ട്രി അവിടെ തുറന്നു. വളരെയധികം തൊഴിൽ സാധ്യതകളും മേഖലകളുമുള്ള മറ്റൊരു ഇൻഡസ്ട്രി അവിടെ തുറന്നു. ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ട ഒരു വലിയ മാറ്റമാണ്. ഇങ്ങനെയാണ് ടെക്നോളജി നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. എത്ര വലിയ ടെക്നോളജിയും അത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ, അവൻ്റെ ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനുള്ള അവസരമുണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അധികമൊന്നും കാത്തിരിക്കേണ്ട. 3D പ്രിൻറ്റിംഗ് എന്ന ടെക്നോളജി ഇവിടെ വ്യാപകമാകാൻ പോവുകയാണ്. നമസ്കാരം.